എല്ലാ വിദ്യാർത്ഥികളുടെയും ഉറക്കം കളയുന്ന ഹോംവർക്ക് ആരാണ് കണ്ടുപിടിച്ചത്? ഈ ചോദ്യം കേട്ടാൽ ഉടൻ എല്ലാവരുടെയും മനസ്സിൽ ഒരു പേര് വരും: റോബർട്ടോ നെവിലിസ്. പല കഥകളിലും പറയപ്പെടുന്നത് ഇറ്റലിയിലെ വെനീസിലുള്ള ഈ റോബർട്ടോ നെവിലിസ് എന്ന അധ്യാപകനാണ് 1905-ൽ ക്ലാസ്സിൽ പഠിക്കാത്ത കുട്ടികളെ ശിക്ഷിക്കാൻ വേണ്ടി ആദ്യമായി ഹോംവർക്ക് കൊടുത്തതെന്നാണ്. ഒരു തരം ശിക്ഷാ നടപടി. എന്നാൽ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു രസകരമായ കാര്യം മനസ്സിലാകും. റോബർട്ടോ നെവിലിസ് എന്നൊരാൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നുവോ എന്നതിന് വ്യക്തമായ തെളിവുകളില്ല. ചിലപ്പോൾ ഇത് ഹോംവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിരുദ്ധനുണ്ടാക്കിയെടുത്ത ഒരു നുണക്കഥയാകാം. അപ്പോൾ ആരാണ് ശരിക്കും ഹോംവർക്കിന്റെ പിതാവ്? സത്യം പറഞ്ഞാൽ ഹോംവർക്ക് ഒരു വ്യക്തി ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചതല്ല. പ്രാചീന റോമൻ കാലത്ത് പോലും വിദ്യാർത്ഥികൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ അസൈൻമെന്റുകൾ കൊടുത്തിരുന്നു. കാലക്രമേണ പല അധ്യാപകരും വിദ്യാഭ്യാസ വിദഗ്ധരും ഇതിനെ ഒരു പഠനരീതിയായി വികസിപ്പിച്ചെടുത്തു. ചുരുക്കത്തിൽ ഹോംവർക്കിന് ഒരൊറ്റ അച്ഛനില്ല. പലരുടെയും സഹായം അതിന് കിട്ടിയിട്ടുണ്ട്. പഠനം ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഈ തലവേദന ഇന്നും നിലനിൽക്കുന്നത്.